സ്വാഗത പ്രസംഗത്തിനായി പ്രിയപ്പെട്ട സിബിൾ ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ നസ്രത്ത് ഹൗസിന്റെ രണ്ടാമത്തെ ഓണം സെലിബ്രേഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. അതിനു മുൻകൂടിയായിട്ട് എല്ലാവർക്കും സ്വാഗതം പറയുക എന്ന കർത്തവ്യമാണ് എൻ്റെ ഉള്ളത്. ആദ്യമായി നമ്മുടെ മാവേലിയെ നമ്മളെ കാണാനും നമ്മുടെ കൂടത്തിൽ സദ്യ ആസ്വദിക്കാനും നമ്മുടെ എല്ലാ കാര്യപരിപാടികളിലും കാര്യമായി തന്നെ ഇടപെടാനുമായി നമ്മുടെ മാവേലി റെഡിയായിട്ട് നിൽപ്പുണ്ട്. അദ്ദേഹത്തെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ നസ്രത്ത് ഹൗസിൽ നിന്നും റിസൈൻ ചെയ്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ ജോലി നോക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരും നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഒത്തുചേർന്നതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവരും അവരുടെ ഫാമിലിയെയും നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി നസ്രത്ത് 2024 ഓണം ആഘോഷിക്കാൻ വേണ്ടി പാതാളത്തിൽ നിന്ന് വരാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെ കൃതാർത്ഥനാണ്. അപ്പോൾ നമുക്ക് അതിന് നമ്മുടെ ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്യാം.
വിണ്ണിൽ നിറഞ്ഞ ഭഗവതിക്കും മംഗല്യ ആതിര പൂജ ചെയ്യുവാൻ ഞങ്ങളെ എന്നും തുണച്ചിടണം. പുഷ്പവൃഷ്ടി നിത്യ ജയ മംഗളം പിഴയെല്ലാം തീർത്തുരങ്ങളെ പരിപാലിച്ചിടവേണം ശ്രീരാമ യദുകുലേശ നിത്യ ജയ മംഗളം.
സൗഖ്യമാണെങ്കിൽ സൗഖ്യമേ ഓണം വന്നല്ലോ ഞാനിട്ടല്ലോ കൊടി വന്നല്ലോ ചാരി വന്നല്ലോ ചാരി വന്നില്ലേ വീട്ടിലുണ്ടാലോ സന്ധി വന്നേ ഉള്ളി വന്നിരിക്കുന്നേ സന്ധി വന്നേ ഉള്ളി വന്നിരിക്കുന്നേ ഓണം വന്നല്ലോ ഞാനിട്ടല്ലോ കൊടി വന്നല്ലോ ചാരി വന്നല്ലോ ചാരി വീട്ടിലുണ്ടാലോ സന്ധി വന്നേ ഉള്ളി വന്നിരിക്കുന്നേ സന്ധി വന്നേ ഉള്ളി വന്നിരിക്കുന്നേ ഓണം പൊന്നോണം തിരുവോണം ഓണക്കൂടി കാണോ ഓണം പാട്ടു പാടണം ഓണസത്യമിട്ട് ഓണക്കണ്ണു കൊടുക്കണം ഓണത്തിനാടിനി ഓണം പൊന്നോണം തിരുവോണം ഓണം സത്യം കാണോ ഓണം പാട്ടു പാടണം ഓണസത്യമിട്ട് ഓണക്കണ്ണു കൊടുക്കണം ഓണപ്പാലാടിനി ഞങ്ങളുടെ മുന്നപ്പം റെഡി 1 2 3 ചിങ്കം ചീറും മംഗം കൂടാൻ ചേകോന്മാരേ വാ ചങ്കിൽ ചങ്കും ചേർത്തും കൊണ്ടേ വീറും നെറ്റിട മതയാന കൊമ്പെല്ലുകളിടും പലചാരം സാട്ടും പിള്ളാരികൾ ഇവരുമായി തിരിടാൻ കുതി 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 തടയിടുവാനാണ് കൊടികയറണ പൂരമായി പൊടി പറത്തിയൊരോളമായി ചുണയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ ഭരവിത സനിലടിച്ചൊരു മുകില പാടി നഗര മുകളിൽ മംഗളങ്ങൾ കുരവയായി കുഴലുമായി കൊടുമുടി തൊടും പൊന്നോണക്കതിരാടി മഴവില്ലിൻ തണൽ ചൂടി പതിവായി മണ്ണിൽ മിഴിയുണരുന്നേ മലനാടോ വാക്കതു കാക്കുന്നേ ചേമന്തിക്കളമിട്ടേ ഓണക്കളി ഉയരുന്നേ ചിരിയിൽ മുഴുകുമി വീടുണരുന്നേ ആമോദ പൊൻവരമേകി പൊന്നോണക്കസവിട്ടേ സ്വാതായിരമൊരുങ്ങുന്നേ മടിയാതെന്നും വാക്കതു പൊന്നാൻ എന്നമ്മ വരമായി മാറുന്നേ
പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട് പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട് അന്തിയാമ്പൽ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം കൈമാവിൽ നിന്നും നാടത്തെ അമ്മതൻ നേത്രത്തിൽ നിന്നു ചൂടുങ്ങി 4 മാസത്തിൻ മുൻപിലേറെ നാൾ കൊതിച്ചിട്ട് ബാലമാകന്ധം പൂവിട്ടുണ്ണികൾ വിരിയറി 4 മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ട് ബാലമാകന്ധം പൂവിട്ടുണ്ണികൾ വിരിയറി അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ ചോദിച്ചു മാതായപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞപ്പോൾ വാർത്തു കളഞ്ഞല്ലോ കുസൃതി മകളി വീഴും നേരം ഓടിച്ചെന്നെടുക്കണ്ടോ പൂങ്കുല കല്ലുന്നതോ തല്ലുകൊള്ളാനിട്ടല്ലേ കണ്ടിക്കുറുമ്പിൽ തൊട്ടില്ല കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മനസ്സിൽ നിറയെ മണം തുടങ്ങിയ മധുര നൊമ്പരം കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല പമ്പ ചിരിച്ചു ചതമ്പിന്റെ മുത്തു തെറിച്ചു ചുടറി വെള്ളത്താമര ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു വീശിയെന്നെ ഓളത്തിൽ താളത്തിൽ മാടി വിളിച്ചു കരിന്തപ്പൂവിൻ കന്നിക്കുറുമ്പിൽ
ശ്രദ്ധിക്കുക. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. ട്രാക്ക് മാറ്റി നോട്ടും കൊണ്ട് മാടി വിളിച്ചാൽ കൂട്ടിന് വരുമോ നീ? കുട്ടിന് എന്നെ കിട്ടില്ലല്ലോ ചേട്ടാ, എന്റെ കരളിന്റെ വാതിൽ തുറക്കാതെ. അരുതേ പറയരുതേ എന്റെ സ്നേഹിതയാണ് നീ. ഞാനില്ല നിന്നോട് കൂടാൻ, ഞാനില്ല നിൻ വിളി കേൾക്കാൻ. അങ്ങനെ നീ കലം വാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ. കരളേ കരളിന്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ. കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ. കോലമയിൽ പോലെ ഞാൻ പറന്നു വരാം മാരനെ, എനിക്കും മുത്തമിഴിൻ മുത്തുപോൽ വെളുത്തവനെ. കോലമയിൽ പോലെ ഞാൻ പറന്നു വരാം മാരനെ, എനിക്കും മുത്തമിഴിൻ മുത്തുപോൽ വെളുത്തവനെ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. ചോളം കൊയ്യും കാലം വന്നാൽ മാട്ട് പൊങ്കൽ മാസം പോയാൽ കൂത്തുകുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം. മാമനായി മാറനായി വന്നിതാ എന്റെ മച്ചം, വില്ല് വച്ചൊരു പണ്ടിക്ക് സ്വന്തക്കാരനാ. മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. എന്റെ പേര് കളിക്കണം. അല്ല പേരെന്ന് പറഞ്ഞാല് ഡുവേറ്റ് നമുക്ക് ചെയ്യാം. എനിക്ക് അറിഞ്ഞൊന്നും കൂടാ, വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. ചെയ്താ പിന്നെ ആരാ ഡാൻസ് അറിയാലാണ് ഒരുവിധം ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓ ചിരിച്ചു കൊല്ലുന്ന വണ്ട് ചുമ്മാ ചൊല്ലാതെ ചിലങ്ക കെട്ടിയ പൊന്ന് കുടുങ്ങി പാടാതെ ചേലുള്ള രാമൽ പൂവാണ് നീ. ചെക്കന്റെ ഉള്ളിന്ന് തീർക്കൂടായി മാറാം. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? കൊക്കരക്കോ എവിടെയ കൊക്കരക്കോ ഇരുണ്ട ഇരുട്ടലാം ഇനിമേലെ കൊക്കരക്കോ. കൊക്കരക്കോ സേവൽ കൊക്കരക്കോ സേവൽ പൂവക്കുള്ളേ വെടിക്കൊഴി കൊക്കരക്കോ. സംഘചക്രം പോലെ മനസ്സു സുന്ദര വേള സുറാങ്ക് നിക്കമാലക്കനവാ. അതോ പാറുവാനം തുണി തുവയ്ക്കത് മേഘം വെലകി പൊകുത് സോകം നീവാ. കൊക്കരക്കോ എവിടെയ കൊക്കരക്കോ ഇരുണ്ട ഇരുട്ടലാം ഇനിമേലെ കൊക്കരക്കോ. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ട് ഏതാ ഉള്ളത്? എന്നാ സാറേ മനസ്സിലായോ? അല്ല പുണ പാട്ടാ പോറാ. दिल में चैन में
പാടി പട്ടക്ക് തുഴഞ്ഞ് പട്ടക മടിച്ച് പാണ്ടിയ പട്ട കേറി അഴക നീശ കൗണ്ടരേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം അഴക നീശ കൗണ്ടരേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേളമംഗളം തങ്കമാന സംഘകാല തമിഴ് പാടി തേരി താളം കൊള്ളാം അടി അമ്മാടിയേ അടിയെ പോവും നീ ഹര ഹരോ ഹര പാവച്ചുന്ദരിയേ മുത്തമുന്തിരിയേ പാവച്ചുന്ദരിയേ മുത്തമുന്തിരിയേ കുരവ കുഴല് തന്നനത്തനം പാടി വാ സട്ടക്ക് കടക്ക് കുഴഞ്ഞ് പടക പതിച്ച് പാട്ടിയ പട കേറി വാ പ്രിയപ്പെട്ടവരെ, അടുത്ത ബില്ലോടുകൂടി ഡബ്ലിൻ തിലോത്തമ്മ തിയേറ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ നാടകം പോൾസന്റെ ഹണിയോണം. കഥാപാത്രങ്ങളായി നടിക്കുന്നവർ ജോൺസൺ അസ് പോൾസൺ, വിനീത് അസ് വിനീത്, പ്രശാന്ത് അസ് പ്രസാദ്, ജോഫിൻ അസ് സോഫിൻ, അമൽ അസ് അഖിൽ, ആശ അസ് മീന, രംഗപടം രംഗണ്ണൻ, അജയ്, രചനാ സംവിധാനം പ്രശാന്ത്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്. ഇല്ല, കരിമീൻ വറുത്തതില്ല. ചിക്കൻ വറുത്തതുണ്ട്. അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള കുക്കിംഗ് കഴിഞ്ഞു. ഇനി അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നേക്കാൾ മുമ്പേ ഒന്ന് കുളിക്കണം. ഹലോ സുനീത് മോനെ, അളിയാ. നമ്മളെയൊക്കെ അറിയോ? നമ്മളും അയർലൻഡിൽ തന്നെ താമസിക്കുന്നവരാണേ. ഓ, അത് നീ ആക്കിയതാണല്ലേ. എടാ, നീ ഇത്ര സെൽഫിഷ് ആയി പോയല്ലോടാ. ഒന്നുമില്ലേലും 3 കൊല്ലം ഓരോ നേഴ്സിംഗ് ഹോമിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതല്ലേ നമ്മള്. എന്നെ നീ മറന്നുപോയത് മോശമായി പോയല്ലേ. ഇത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. എന്റെ പൊന്നളിയ, നിന്നെ ഞങ്ങൾ ഒഴിവാക്കി ട്രിപ്പ് പോയതല്ല. അവരെല്ലാം കൂടി പെട്ടെന്ന് വന്ന് ഒരു വണ്ടി എടുത്ത് അങ്ങ് പോവായിരുന്നു. നിന്നെ വിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വണ്ടി സ്ഥലം വേണ്ടേ, അതാ പറ്റിയത്. നീ ക്ഷമി പ്ലീസ്. ഇത്രയും നാൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത ട്രിപ്പ് നിങ്ങൾ എന്നെ കൂട്ടാതെ പോയിട്ട് അത് ക്ഷമിക്കാൻ തോമയുടെ ശവത്തിനെ കഴിയൂ. നീ ഒന്ന് ക്ഷമിക്കളിയാ പ്ലീസ്. എന്റെ വിഷമം നമുക്ക് ഓണപരിപാടിക്ക് 2 അടിച്ചാൽ തീർക്കാം. ദേ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എടാ, ഈ അയർലൻഡിൽ ഇത്രയും മലയാള സിനിമയായും സെലിബ്രിറ്റികളുമായും ബന്ധമുള്ള ഏക സെലിബ്രിറ്റി ആരാ? അത് നീയല്ലേ. മുൻ മലയാള പ്രൊഡക്ഷൻ കൺട്രോളർ മിസ്റ്റർ സുനീത് കോലഞ്ചേരി. മതി, നീ കൂടുതൽ അങ്ങ് സൂചിപ്പിക്കണ്ട. ഷേടാ, സുഖിപ്പിച്ചതല്ലടാ, നിനക്ക് ബന്ധങ്ങളുള്ളതുകൊണ്ടല്ലേ ഓണപരിപാടിക്ക് സെലിബ്രിറ്റിയെ വിളിക്കാൻ നിന്നെ തന്നെ അങ്ങ് ഏൽപ്പിച്ചത്. അല്ലാതെ സെലിബ്രിറ്റിയെ കൊണ്ടുവരുമ്പോ നിനക്കതിന്റെ ഇടയിൽ കിടന്ന് ഷൈൻ ചെയ്യാനല്ല. അല്ലളിയാ, സമകാലീന പ്രാധാന്യമുള്ള ഒരു കാര്യം നിന്നോട് ഞാൻ ചോദിക്കട്ടെ. സമകാലീന പ്രാധാന്യം? അതെന്തോന്നു? അല്ല, മറ്റേ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്റെ പേര് വല്ലതും ഉള്ളത് കൊണ്ടാണോ നീ സ്റ്റുഡന്റ് വിസ എടുത്ത് അയർലൻഡിലേക്ക് വന്നത്? നീ വൈകിട്ട് ഓണ കമ്മിറ്റിക്ക് വാ, നിനക്ക് ഞാൻ നേരിട്ട് പറഞ്ഞു തരാടാ മോനെ. ഓക്കെ ഓക്കെ. പ്രസാദ്, നീ ഇവനെന്താ? ഹലോ പ്രസാദേ. പോൾസേട്ടാ, എന്താ പരിപാടി? ഓ, ഞാനിവിടെ കുക്കിംഗ് ആയിരുന്നടാ. അവള് ഡ്യൂട്ടി അല്ലേ. ആഹാ, കൊള്ളാലോ. എന്താണ് സ്പെഷ്യൽ? മീൻ തലക്കറി വെക്കാനായിരുന്നു പ്ലാൻ.
അവസാനം തലയും പാലും ഇല്ലാതെ നടുക്കഷ്ണം എടുത്ത് വറുത്ത്. അത് കലക്കി. നീ എന്നാ ചുമ്മാ വിളിച്ചാണോ? ഞാൻ വിളിച്ചത് ഓണപരിപാടി എങ്ങനെയാന്നേ? ആ ടൈഗേഴ്സ് ക്ലബ്ബുകാർ ഈ കൊല്ലം വൻ പരിപാടികളാണെന്നാ കേൾക്കുന്നേ. ആണോ? അതേ നീ, നമുക്ക് ഈ കൊല്ലമെങ്കിലും ഒരു സെലിബ്രിറ്റി കാണുമോ? സെലിബ്രിറ്റി ഇവിടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ ഇട്ടാൻ എല്ലാരും വെവ്വേറെ വിളിക്കണം. അങ്ങനെയുള്ളപ്പം ഇത്രയും നടക്കുന്ന തന്നെ മാവേലി ഇത് പുണ്യം. അങ്ങനെ പറയരുത്, റിപ്ലൈ കിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾ സെക്രട്ടറി വിചാരിച്ച് ഇതെല്ലാം നടക്കുന്നേ. നടത്തണം. പിന്നെ പോൾസേട്ടാ, നമുക്ക് വൈകിട്ടത്തെ ഓണക്കം പറ്റി പബ്ബിലാക്കിയാലോ? ബെസ്റ്റ്. എടാ മോനെ, നിനക്ക് കഴിഞ്ഞ കൊല്ലം കിട്ടിയൊന്നും പോരെ? എത്ര തല്ല് കിട്ടിയാലും മതി വരാത്ത ഒരു ചെറുക്കൻ. നീ ക്ലബിൽ തന്നെ അങ്ങ് വെച്ചാ മതി. ഓ, എന്നാ അങ്ങനെ തന്നെ. എടാ എന്നാ ശരി, അവള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നെന്ന് തോന്നുന്നു. കോള് വരുന്നുണ്ട്. ശരി എന്നാ. ഹലോ, വാതില് തുറക്ക് മനുഷ്യ. എന്തുവാ മനുഷ്യ, കുറെ നേരമായല്ലോ നിങ്ങളെ ഫോണിൽ വിളിക്കുന്നു. ആരെ വിളിക്കുമായിരുന്നു? അതാ പ്രസാദായിരുന്നടി. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ഡ്യൂട്ടി? ഇതുപോലൊരു അലമ്പ് ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നഴ്സിംഗ് ഹോമിലെ പ്രാന്തന്മാരെ കൊണ്ട് എനിക്ക് വയ്യ. അതെന്നാ പറ്റി? ഞാൻ ഞങ്ങളുടെ ഫ്ലോറിൽ ഒരു മെന പിടിച്ച റെസിഡന്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, ഒരു പീറ്റർ. അയാൾ ഇന്നെല്ലാം റെസിഡന്റ് റൂമിൽ കയറി ഇറങ്ങിയുള്ള നാശം എല്ലാം കാണിച്ച്, എന്നിട്ട് എല്ലാരെയും അറ്റാക്ക് ചെയ്യാൻ പോകുന്നു, ചീത്ത വിളിക്കുന്നു, അഗ്രസീവ് ആകുന്നു. ആകെ ബഹളം. അതിന്റെ കൂടെ ഫാമിലി വിസിറ്റും ഡോക്ടർ വിസിറ്റും, രണ്ടുപേരും മരിക്കാനും കിടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു ഫോളുമായി, പിന്നെ ഹെഡ് ഇഞ്ചുറിയും ആംബുലൻസും ഹോസ്പിറ്റൽ ട്രാൻസ്ഫറും. ഇതൊന്നും പോരാഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് 2 സ്റ്റാഫിന്റെ ട്രെയിനിങ്ങും വെച്ചിരിക്കുന്നു. മനുഷ്യന് ഇന്നൊന്ന് ഇരിക്കാൻ പോലും നേരം കിട്ടിയിട്ടില്ല. നീ ബാക്കി പറ. പിന്നെന്തായിരുന്നോ? ഞാനിപ്പോഴെന്താ നിങ്ങളോട് പറഞ്ഞേ, അതാദ്യം പറ. അത് നിങ്ങളുടെ ഏതോ റെസിഡന്റിനെ കാണാൻ ഡോക്ടർ വന്ന്, അന്നേരം ഡോക്ടറെ റെസിഡന്റ് അറ്റാക്ക് ചെയ്ത് അയാളുടെ തലകുട്ടി ആംബുലൻസ് കയറ്റി വിട്ടുന്നല്ലേ? മാങ്ങാത്തൊലി. ഞാൻ ആരോടാണോ ഇതൊക്കെ പറയുന്നത്? ഞാൻ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ ശ്രദ്ധിക്കില്ല. എപ്പോഴും ഫോണും കുത്തിക്കൊണ്ടിരി. എടി പോലെ ഞാൻ പറയാം. എടി ഡോക്ടറല്ല, ഡോക്ടറുടെ ഫാമിലി. ദേ മനുഷ്യ, ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. ഹലോ പ്രസാദ്, പറയടാ. പോൾസേട്ടാ, കമ്മിറ്റി സെറ്റ് 1 മണിക്കൂറിനുള്ളിൽ എല്ലാവരും വരും. നിങ്ങൾ വേഗം വാ. എടാ ഞാൻ വരാം. ഇവിടെ ചെറിയൊരു പ്രശ്നം, ഞാനതൊന്ന് തീർത്തിട്ട് വരാം. എന്താ ചേച്ചി വന്നല്ലേ? വന്നു കിട്ടി. ഓക്കെ എന്നാ. എടി മീനെ, ഞാൻ ക്ലബിൽ പോവാ. ഇന്ന് ഓണക്കമ്മിറ്റി ഉണ്ട്. നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചപ്പോ എനിക്കൊരു കുന്തവും ഇല്ല. ഞാൻ വരാൻ ലേറ്റ് ആവും. നിങ്ങൾ എന്തേലും കാണിക്കും. പോൾച്ചേട്ടാ, സുനീത് വന്നില്ലേ? അവൻ വന്നോണ്ടിരിക്കുവാന്നാ പറഞ്ഞേ. ഇപ്പൊ വരുമായിരിക്കും. അപ്പം നമ്മുടെ ഈ കൊല്ലത്തെ ഓണപരിപാടി കളറാക്കിയാൽ നമ്മുടെ ക്ലബിനായാലും നല്ല പേരാകും. പിന്നെ നമുക്ക് സ്പോൺസേഴ്സും മെമ്പേഴ്സും എല്ലാം കൂടും. പറ്റിയ അടുത്ത കൊല്ലം നമുക്ക് കാണികൾ നടത്താം. അതിന് സെലിബ്രിറ്റി വല്ലതും ഈ കൊല്ലം കിട്ടണ്ടേ? അതെങ്ങനെയാ? അതെല്ലാം സുനീത് സെറ്റാക്കും, പേടിക്കണ്ട മക്കളെ. പോൾച്ചേട്ടാ, നമുക്ക് ഈ കൊല്ലത്തെ ഓണപരിപാടിയുടെ കൂടെ ഒരു മെൻസോളി ട്രിപ്പ് വെച്ചാലോ? എങ്ങനെയുണ്ട്? എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നീ നടക്കുന്ന കാര്യം വല്ലതും പറയാകില്ലേ? എന്നാ നടക്കുന്നൊരു കാര്യം ഈ സുനീത് പറയാം. നീ വന്നോ? വാടവത്തേ, വാ. വന്ന്. നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം. സുനീതേട്ടാ, നിങ്ങൾ കാര്യം പറ. എന്താ? എന്നാ എല്ലാരും കേട്ടോ, ഈ വർഷത്തെ SH ഫാമിലി ക്ലബിന്റെ ഓണപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഈ എന്റെ കെയർ ഓഫിൽ സാക്ഷാൽ ഹണി റോസ് വരുന്നതായിരിക്കും. പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? നീ പറ. നമ്മുടെ നാടകത്തിലെ സ്ത്രീവേഷത്തിൽ നിന്നും എന്നെ ഒഴിവാക്കണം. അത്രേ ഉള്ളൂ? ഇതൊക്കെ നിസ്സാരം. നീ പേടിക്കണ്ട, അത് ഞാൻ ചെയ്തോളാം. നീ അതേറ്റോ? ഞാൻ ഏറ്റെന്ന്. എന്നാ എല്ലാരും വന്നേ, നമുക്കെന്നാ ഇപ്പൊ ഒരു റിഹേഴ്സൽ നോക്കാം. നോക്കാം.
തനിനന താനന തന്നാനീ കറുകര കറുത്തൊരു പെണ്ണാണ് കറുകര കറുത്തൊരു പെണ്ണാണ് കണ്ണാണ് കരളാണ് കാട്ടുപൂവിൻ കന്നി തേനാണ് പാട്ടുമൂളും മൈന പെണ്ണാണ് കറുകര കറുത്തൊരു പെണ്ണാണ് കണ്ണാണ് കരളാണ് കാട്ടുപൂവിൻ കന്നി തേനാണ് പാട്ടുമൂളും മൈന പെണ്ണാണ് ഇളമാക്കളിൻ ചുണ്ടാണ് ഇമകൾ രണ്ടും മണ്ണാണ് ഉറുമ്പ് കാട്ടും അമ്പാണ് പറക്കും അമ്പാണ് കറുകര കറുത്തൊരു പെണ്ണാണ് കണ്ണാണ് കരളാണ് കാട്ടുപൂവിൻ കന്നിത്തേനാണ് പാട്ടുമൂളും മൈന പെണ്ണാണ് ചക്കരേ എന്നെ കാണുമല്ലോ അല്ലേ ഓ എന്റെ ദൈവമേ, ഇവരെ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. ഈ വന്നിരിക്കുന്ന ജനങ്ങളെല്ലാം ഹണി റോസ് എവിടെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? പോൾസേട്ടാ, നിങ്ങളുടെ കൂട്ടുകാരൻ എന്ത് ആ പ്രൊഡക്ഷൻ കൺട്രോളർ? എനിക്കറിയാൻ മേലടാ, അവനെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫാ. എനിക്ക് തല ഇറങ്ങുന്നേ, ടെൻഷൻ കേറിയിട്ട് വയ്യ. ആണോ? മുഴുവൻ കറങ്ങി തീർക്കല്ലേ, ഇത് കൊടുക്കണം. എന്താടാ നീ കാര്യം പറ. ഹണി റോസ് ഇവിടെ അല്ല, UK ഉള്ളത്, വേറെ ക്ലബിന്റെ പരിപാടിക്ക്. നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങളെ ചതിച്ചതാ. അങ്ങനെ താണ്ട ഏതോ കൗണ്ടിയിൽ ഹണ്ടിങ് ട്രിപ്പിന് പോയേക്കുന്നു. സ്റ്റാറ്റസ് നോക്കൂ പുള്ളിയുടെ. അവനെല്ലാം ഏറ്റെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം വരണമായിരുന്നു, പണി തരാനായിരുന്നെന്ന്. എനിക്ക് തല ഇറങ്ങുന്നേ, എന്നെ പിടിച്ചോ. സോഫി അകലെ ഓടി വേടാ, എന്താ പോൾസേട്ടൻ പോടാ. നിങ്ങൾക്കാദരാഞ്ജലി നേരത്തെ അപ്പൊ തുടങ്ങാല്ലേ? പാമ്പിനടുത്തളി